വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നിമിഷം ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ശുശ്രൂഷയെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ആത്മാവിനെ പുതിയ ചൈതന്യം കൊണ്ട് നിറയ്ക്കുവാൻ വചനത്തിൻ്റെ ആത്മാവെ ഞങ്ങളിൽ നിറയണമേ. ശക്തിയായി, അഗ്നിയായി, അഭിഷേകമായി ഞങ്ങൾക്ക് കരുത്തു പകരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആലയം. സുവിശേഷങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ദേവാലയ ശുദ്ധീകരണത്തെ സംബന്ധിച്ചുള്ള ഭാഗം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോ ജെറുസലേം ദേവാലയത്തിലെത്തി ആ ദേവാലയത്തിൽ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്ന കച്ചവടക്കാരെ മുഴുവൻ അടിച്ച് പുറത്താക്കിക്കൊണ്ട് ദേവാലയ ശുദ്ധീകരണം നടത്തി ആണ് യോഹന്നാൻ്റെ വീക്ഷണത്തിൽ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അവിടെ ഈശോ ഒരു പ്രവാചക ശബ്ദം നൽകുന്നുണ്ട്. അതിപ്രകാരമാണ്: നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദേവാലയം എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായത്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് വചനമായിരുന്ന ദൈവം യേശു ക്രിസ്തുവായി മനുഷ്യനായി അവതരിച്ചു. 33 കൊല്ലക്കാലം ഈ ദൈവം മനുഷ്യനായി ജീവിച്ചു ഭൂമിയിൽ. ആ ജീവിച്ച യേശുവിൻ്റെ ശരീരമുണ്ട്, ഒരു ഭൗതിക ശരീരം. ആ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത് എന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചത് എപ്പോഴാണ്? ഈ ഭൗതികമായ ശരീരം കുരിശിൽ തറയ്ക്കപ്പെട്ട് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞത് അവൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ഉള്ള ശരീരം എന്താണ്? ഈ ഭൂമിയിൽ അവൻ്റെ ശരീരം എന്താണ് എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ്റെ ശരീരം എന്താണ് എന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അപ്പം സഭയാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരം. സഭയെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകലരും യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിനെ കർത്താവും രക്ഷകനുമായി അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സഭാ മക്കൾ, മാമോദീസായിലൂടെ സഭാഗാത്രത്തിലെ അവയവമായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരുമാണ് ക്രിസ്തുവിൻ്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകിയ ക്രിസ്തു തൻ്റെ ശരീരമായി
സഭയെയാണെന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്തു ശിരസ്സാണ്, ക്രിസ്തു തന്നെയാണ് അവളുടെ രക്ഷകനും. അപ്പോൾ സഭ ക്രിസ്തുവിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു യാഥാർത്ഥ്യമല്ല, ഒരു സംവിധാനമല്ല. നമ്മൾ സാധാരണ കാണുന്ന സ്റ്റേറ്റിൻ്റെ വിധത്തിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വിധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭരണ സംവിധാനങ്ങളുടെ വെളിച്ചത്തിലോ സഭയെ കാണരുത്. സഭയെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ തുടങ്ങി താഴേക്ക് ഇങ്ങോട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ക്രിസ്തുവാണ് സഭയുടെ ശിരസ്. അതിലെ ഓരോ അവയവങ്ങളാണ്, ആ അവയവങ്ങളെ ബന്ധിപ്പിക്കുന്ന നാഡിഞരമ്പുകളാണ് സഭാ ശുശ്രൂഷകർ, മാർപ്പാപ്പയും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായ ശുശ്രൂഷകരും ഒക്കെ ഈ അവയവത്തിൻ്റെ, ഈ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ഉടലാണ്, ശരീരമാണ്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ക്രിസ്തുവിൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് അവനെ കുരിശിത്തറച്ച യഹൂദർ പരാജയപ്പെട്ടതുപോലെ ഈ 2000 വർഷക്കാലമായി പല വിധത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നു. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്ക്, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ ആ അഭിഷേക വചനം ഇന്നും എല്ലാ കാലങ്ങളിലും സഭയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷികൾ എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സഭ പുനർജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിരുന്ന മണ്ണിൽ സഭാതരു തഴച്ചു വളരുകയാണ്. അരുൾദാസ് എന്ന വൈദികൻ കൊല്ലപ്പെടുമ്പോൾ ആ ദേശത്ത് 12 ക്രിസ്ത്യാനികളാണ്. അവർക്ക് വേണ്ടി കുർബാനയെല്ലാൻ പോകും വഴിയിലാണ് അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചതെങ്കിൽ ഇന്ന് അവിടെ 360ഓളം ക്രൈസ്തവ കുടുംബങ്ങളുണ്ട് എന്ന അനുഭവം നമ്മളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ. ഈ സഭാ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ഇത് വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ളവരാരും സഭയ്ക്കെതിരെ പ്രവർത്തിക്കാൻ നിൽക്കില്ല, കാരണം അത് വളരുകയാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ പ്രബലപ്പെടുന്ന ഒന്നിനെയും ഓർത്ത് ആരും ആശങ്കാകുലരാകേണ്ട. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പീഡയേറ്റിട്ടുണ്ടെങ്കിൽ ആ പീഡനങ്ങളിൽ നിന്ന് പുതുജീവൻ നേടാൻ അവനറിയാം. പ്രൈസ് ദി ലോർഡ്. നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സഭയെ പീഡിപ്പിച്ച സാവൂളിനെ മാനസാന്തരപ്പെടുത്തി പൗലോസാക്കി മാറ്റിയ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനും നീയുമാകുന്ന സഭ ഇന്ന് പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഞാനും നീയും പീഡിപ്പിക്കപ്പെടുമ്പോൾ, സഭാഗാത്രം പീഡിപ്പിക്കപ്പെടുമ്പോൾ തല വെറുതെ ഇരിക്കില്ല. ആ തലയിൽ നിന്ന് ശക്തി, ജീവൻ ഒരിക്കലും അവസാനിക്കില്ല. പുതിയ നശിപ്പിക്കപ്പെട്ടാലും തകർക്കപ്പെട്ടാലും 3 ദിവസത്തിനകം പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ശിരസ് ക്രിസ്തു കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. അതാണ് ആലയമെന്ന് പറഞ്ഞാൽ, അവൻ്റെ ശരീരമെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്. സഭയാകുന്ന ശരീരത്തെ നശിപ്പിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഈ സഭ ശരീരത്തെക്കുറിച്ച്, അതിൻ്റെ അവയവങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. പ്രൈസ് ദി ലോർഡ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മെ എല്ലാവരെയും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരു അവയവം മാത്രമല്ല, പല അവയവങ്ങൾ ചേർന്നതാണ് ശരീരം. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാല് പറഞ്ഞാൽ അത് ഭാഗമല്ലെന്ന് വരുമോ? അതുപോലെ കണ്ണല്ലെന്ന് അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? ശരീരം കണ്ണ് മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നത് എങ്ങനെ? ഇപ്പോൾ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പല അവയവങ്ങളും അവയുടെ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ശരീരം പൂർണ്ണമായി ഫങ്ഷൻ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കണം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എത്ര അവയവങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഭക്ഷണം കൈകൊണ്ട് എടുക്കണം,
കണ്ണുകൊണ്ട് കാണണം, അതിൻ്റെ ടേസ്റ്റ് അറിയണം. അങ്ങനെ ഈ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ വായിലേക്ക് വെക്കണം. അപ്പോൾ അതിന് കൈ വിചാരിക്കണം, വലത്തെ കൈ വിചാരിക്കണം. കൈ സമരം ചെയ്താൽ നടക്കൂ. ഈ വായിൽ നിറയ്ക്കപ്പെട്ട ഭക്ഷണത്തെ ചവച്ചരയ്ക്കാൻ അതിന് വ്യക്തമായ മൂവ്മെൻ്റ് അവിടെ നടക്കണം. അന്നനാളത്തിലൂടെ ഒഴുക്ക് താഴേക്ക് പോകണം. അന്നനാളം പണിമുടക്കിയാൽ എന്തു ചെയ്യും? അത് ഈ നാമാശയത്തിൽ ചെന്ന് ദഹന രസങ്ങൾ പുറപ്പെടുവിക്കപ്പെട്ട് ശരീരത്തിലേക്ക് എല്ലാ കോശങ്ങളിലേക്കും ഈ ഭക്ഷണത്തിൻ്റെ ശക്തി പോഷണം വ്യാപിക്കണം. അതിന് എല്ലാ അവയവങ്ങളുടെയും സഹകരണം ആവശ്യമുണ്ട്. ഏതെങ്കിലും അവയവം പണിമുടക്കിയാൽ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. ചില തലവേദന വന്നാൽ അല്ലെങ്കിൽ ജലദോഷം വന്നാൽ പോലും അത് നമ്മളെ ബാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരവയവം, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരവയവത്തിന് വേദന വന്നാൽ അതെല്ലാ അവയവങ്ങളുടെയും ശരീരത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും വേദനയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ശരീരത്തിൽ ഒരവയവം പോലും വേദനയേൽക്കാൻ പാടില്ല. ആ വേദനയേൽക്കാൻ മറ്റൊരവയവം കാരണമാകാനും പാടില്ല. വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിട്ട് നമ്മളാരും തല്ലുവോ? നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ സ്വയം മുറിവേൽപ്പിക്കുന്നൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എത്രയോ മൃഗീയമാണ്, കാടത്തരമാണ്. ഇതാണ് നമ്മൾ ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ സഭാഗാത്രത്തിലെ അവയവങ്ങളായ മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്തചിദ്രമുണ്ടാകും. അവസാന നാളുകളിൽ ഒരു കുടുംബത്തിൽ തന്നെ ഭിന്നതയുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? പിതാവ് മാതാപിതാക്കൾ മക്കൾക്കെതിരെ, മക്കൾ മാതാപിതാക്കൾക്കെതിരെ, ഭിന്നത, കലഹം, പിശാചിൻ്റെ പ്രവൃത്തികൾ. ഒരു ശരീരത്തിൽ തന്നെ പല അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുക. സഭയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതെ സഭ എന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭ എന്ന് പറഞ്ഞാൽ ഞാനും നീയുമാ പ്രിയപ്പെട്ട മകനെ മകളെ, നമ്മളെല്ലാവരും കൂടെ കൂടുന്നതാ. ഇതിലോരോ അവയവങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും മെത്രാനെ കുറ്റം പറയുമ്പോൾ, വൈദികരെ കുറ്റം പറയുമ്പോൾ, അൽമായ സഹോദരങ്ങളെ കുറ്റം പറയുമ്പോൾ, സമർപ്പിതരെ കുറ്റം പറയുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരവയവം പോലും വേദനയേൽക്കാൻ ഇടയാകരുത്. ഒരവയവത്തിൻ്റെ വേദന ക്രിസ്തുവിൻ്റെ വേദനയാണെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദര സഹോദരി. അതുകൊണ്ട് ആരെയും വിധിക്കാൻ, ആരെയും കുറ്റപ്പെടുത്താൻ, ആരെയും നശിപ്പിക്കാൻ നമുക്കാർക്കും അർഹതയില്ല. ഒരവയവത്തിന് എന്തെങ്കിലും പോരായ്മ വന്നാൽ മറ്റവയവങ്ങളെല്ലാം കൂടെ കൂടി ആ അവയവത്തിൻ്റെ പോരായ്മ നികത്തിയാണ് ശരീരം മുന്നോട്ട് പോകുന്നത്, അല്ലേ? വലത്തെ കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ ദൗത്യം കൂടി ഇടത്തെ കാല് ഏറ്റെടുത്ത് ശരീരത്തെ മുഴുവൻ ഇടത്തെ കാല് താങ്ങില്ലേ? വലത്തെ കൈക്ക് ഒടിവുണ്ടായി കൈ കെട്ടിവെച്ചിരിക്കുകയാണെങ്കിൽ ഇടത്തെ കൈ വലത്തെ കൈയുടെ എല്ലാ കാര്യങ്ങളും കൂടെ ഏറ്റെടുത്ത് ചെയ്യില്ലേ? ഇടത്തെ കൈ കൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്, വലത്തെ കൈ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അത് അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ശരീരത്തിന് കുറവ് വരാത്ത രീതിയിൽ ഇടത്തെ കൈ അത് മാനേജ് ചെയ്യില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് എത്രത്തോളം ജാഗ്രതയുള്ളവരായിരിക്കണം ഞാനും നിങ്ങളുമെന്ന് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും എന്നുള്ള പരസ്പര ധാരണയോടുകൂടി, പരസ്പര വിശ്വസ്തയോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി സഭാമക്കൾ വളരാനിടയാകണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ ഈ ശരീരത്തിൻ്റെ പുഴുക്കുത്തുകളും ഈ ശരീരത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും രോഗങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റ് മാധ്യമങ്ങളുടെ മുമ്പിൽ, മറ്റ് മതസ്ഥരുടെ മുമ്പിൽ വിളിച്ചു പറയാനും കരിവാരിത്തേക്കാനും ഉള്ളതല്ലെന്ന്, അത് ശരസായ ക്രിസ്തുവിനെ ഏൽക്കുന്ന നിന്ദനമാണെന്ന്, മുറിവാണെന്ന് എന്നെങ്കിലും ഈ സഭാമക്കൾ തിരിച്ചറിയണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈ ശരീരത്തെക്കുറിച്ച് അല്പം കൂടി വ്യക്തിപരമായ വ്യാഖ്യാനം നൽകുകയാണ്. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം, നിങ്ങളിൽ വസിക്കുന്ന
ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആലയം, സഭ എന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത, എന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഞാനൊരു സഹായകനെ തരുമെന്ന് പറഞ്ഞ വാഗ്ദാനപ്രകാരം സഹായകനായി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന ആലയമാണ് ഈ സഭാ ശരീരത്തിലെ ഓരോ അവയവവും എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് നമ്മളാരും നമ്മുടെ സ്വന്തമല്ല. നമ്മളെല്ലാവരെയും ഈശോ തൻ്റെ അമൂല്യമായ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. ഈ ശരീരത്തെ നശിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ നശിപ്പിക്കരുത്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രിതമാക്കിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഈ ആലയം നശിപ്പിക്കാൻ നിങ്ങൾ നോക്കരുത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആലയം നശിക്കില്ല, ആലയത്തെ നശിപ്പിക്കുന്നവനാരോ അവനെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ, ക്രിസ്തുവിൻ്റെ ആലയത്തെ, പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ നശിപ്പിക്കാൻ ഞാൻ കാരണമായാൽ ഞാൻ നാശത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഈ ശരീരത്തെ എത്രത്തോളം പാവനതയോടെ, എത്രത്തോളം വിശുദ്ധിയോടെ ഞാൻ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശരീരത്തെ വേശ്യയുടെ അവയവമാക്കി മാറ്റരുത്. ഈ ശരീരത്തെ വികൃതമായ അവയവമാക്കി മാറ്റരുത്. ഈ ശരീരത്തെ, ആരോഗ്യത്തെ നശിപ്പിക്കാൻ, ഈ ശരീരത്തിൻ്റെ ഭംഗി വികൃതമാക്കാൻ ആവശ്യമില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളെയെല്ലാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ കച്ചവടച്ച സ്ഥലമാക്കി മാറ്റരുത്. ദൈവം തരുന്ന സൗന്ദര്യത്തിൽ അഭിമാനിക്കാൻ, സന്തോഷിക്കാൻ, അത് സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രാകൃത ജനതയായി നമ്മൾ അധപ്പതിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് നാം നിട്ടുമ്പോൾ പോലും എന്തെല്ലാം കെമിക്കലുകളുടെ മധ്യത്തിലേക്കാണ് ആ ശരീരത്തെ അലങ്കരിച്ച് എങ്ങനെ ഈ 1-2 ദിവസം കൊണ്ട് പുഴു തിന്നുന്ന ശരീരത്തിൻ്റെ മേൽ എന്തുമാത്രം ഭംഗി വരുത്തലുകളാണ് നമ്മൾ വരുത്തിക്കൂട്ടി വെക്കുന്നത്. എന്നാൽ ഇതൊക്കെ ചെയ്തു അതിൻ്റെ ഒരു 10-1 ഈ ആലയത്തെ ആലയമാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അലങ്കരിക്കാൻ, ആനന്ദിപ്പിക്കാൻ, ഉള്ളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ നാം ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിന് വിലയുണ്ട്. കാരണം ഈ ആത്മാവ് അനശ്വരതയിലേക്ക് എത്തേണ്ടതാണ്. ഈ ശരീരം ജീർണിച്ചില്ലാതാകേണ്ടതാണ്. ഈ ബുദ്ധി നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം അവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ നൽകണമേ. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഈ ബോധ്യം നിറയണം. അതുകൊണ്ടാണ് വീണ്ടും വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ, ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശരീരങ്ങളെ വിശുദ്ധം ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായി അർപ്പിക്കണം. അതാണ് യേശു പറഞ്ഞ ആലയം എന്ന് പറയുന്നത്.
ഈ അർപ്പണമാണ് യഥാർത്ഥമായ ആരാധന. അതിനപ്പുറത്തേക്ക് മറ്റൊരു ആരാധനയില്ല. മനസ്സിനെ നവീകരിച്ചുകൊണ്ട് ഈ ശരീരത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണം. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അപ്പോഴാണ് നല്ലതും പ്രീതിജനകവുമായതെന്തെന്നും ദൈവഹിതമെന്തെന്നും വിവേചിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞു തന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആലയം 3 ദിവസങ്ങൾ കൊണ്ട് അവൻ പുനരുദ്ധരിച്ചെങ്കിൽ അവൻ്റെ ശരീരം ഒന്നാമതായി ക്രിസ്തു ശിരസ്സായ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതിനെ നശിപ്പിക്കുക സാധ്യമല്ല. അവൻ പുനരുദ്ധരിക്കുക തന്നെ ചെയ്യും. വീണ്ടും നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നീ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഈ ആലയത്തെ നശിപ്പിക്കരുത്, ഈ ആലയത്തെ അശുദ്ധമാക്കരുത്. ഈ ആലയത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അനുനിമിഷവും സമർപ്പിക്കുവാൻ അഭിഷേകം നിറയണമേ എന്ന് പ്രാർത്ഥിക്കൂ. ഈ ശരീരത്തിൻ്റെ പ്രവണതകളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിഗനിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെച്ച് ജഡിക താല്പര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും ഈ കാലഘട്ടത്തിൽ നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ, ഈ ലോകം മുഴുവൻ്റെ മേൽ നിറയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്കായി നമ്മളെ വിട്ടുകൊടുക്കാം. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. അങ്ങയുടെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ. സഭാഗാത്രമെന്ന അവിടുത്തെ ശരീരം, ഞങ്ങൾ ഓരോരുത്തരുമാകുന്ന അവിടുത്തെ ആലയം, അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താതെ പരസ്പരം സഹായിക്കുന്ന അവയവങ്ങളാകാൻ, പരസ്പരം വിശുദ്ധീകരിക്കുന്ന അവയവങ്ങളാകാൻ, പരസ്പരം വേദനകൾ ഏറ്റെടുക്കുന്ന അവയവങ്ങളാകാൻ, പരസ്പരം സഹായിക്കുന്ന, പരസ്പരം ശക്തിപ്പെടുത്തുന്ന അഭിഷേകത്തിൻ്റെ അവയവങ്ങളാകുവാൻ സഭാമക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കൃപാവരത്താൽ കർത്താവേ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ, ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരിലും നിറയണമേ. സഭാമക്കളെ പരസ്പരം പഴിയാരുന്നവരും പരസ്പരം ചെളിവാരി എറിയുന്നവരുമാകാതെ ഒരവയവത്തെ, ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെ സഭാഗാത്രത്തെ പടുത്തുയർത്തുവാൻ, ക്രിസ്തുവിൻ്റെ മൗലിക ശരീരത്തെ പടുത്തുയർത്തുവാൻ ഒരു മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ ആത്മാവോടെ എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുവാൻ ആത്മാവിൻ്റെ അഭിഷേകം, കാലഘട്ടത്തിൻ്റെ അഭിഷേകം നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സഭയുടെ മേൽ അങ്ങനെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് അതിനെ കാത്തുകൊള്ളണമേ. കർത്താവേ, അങ്ങയുടെ തിരക്കത്താൽ വീണ്ടെടുത്ത സഭയെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശത്രുക്കളിൽ നിന്നും, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, പൈശാചിക സാന്നിധ്യങ്ങളിൽ നിന്നും, സ്വാധീനങ്ങളിൽ നിന്നും സഭാമക്കളെ ഓരോരുത്തരെയും വ്യക്തിപരമായി പരിശുദ്ധമായ ആലയങ്ങളായി നിലനിൽക്കാനുള്ള അഭിഷേകം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി